ഗംഗാധരൻ. അതെ, പ്രതീക്ഷിക്കാത്ത കണ്ടുമുട്ടൽ. എന്ത് ചെയ്യാം, എനിക്ക് വരാതിരിക്കാനാവില്ലല്ലോ. എവിടെ എന്റെ മകൻ? എന്റെ മകൻ ബിജു എവിടെ? പറയാൻ അത് പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പിന്നെ ഞാൻ വാതിലടച്ചത് വല്ല പോലീസോ മറ്റോ വന്നാൽ നമുക്കത് അസൗകര്യമായിരിക്കും. ഇരിക്കൂ. അല്ല, ചേച്ചിയോ? നിങ്ങളെയൊക്കെ കാണാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നിങ്ങളെയൊക്കെ എനിക്ക് മറക്കാനാവില്ലല്ലോ. എന്റെ കൂടെ ഉണ്ട്, സുഖമായിരിക്കുന്നു. അല്ല, കുട്ടികളായാലും എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചെന്നിരിക്കും, അതിന് പോലീസ് പിടിപ്പിക്കും, ജയിലിലടയ്ക്കും എന്നൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തിയാൽ. എന്നാ ഞാൻ കണ്ടത് ഭാഗ്യം. വെള്ളത്തിൽ വീണ് മരിക്കേണ്ടതായിരുന്നു. അവരെന്തെങ്കിലും പറ്റിയോ? ഒരു കുഴപ്പമില്ല. അവരെ ഒന്ന് കാണാനെങ്കിലും. അതാണ് പ്രശ്നം. ഞാൻ അപ്പോഴേ പറഞ്ഞതാ വീട്ടിൽ പോവാൻ. വരില്ല, അച്ഛനെ ഭയം. എന്നാ സാറിന് ഞാൻ അങ്ങോട്ട് വിളിച്ചു. സാറ് വന്നതോ പോലീസും തോക്കൊക്കെ ആയിട്ട്. പിന്നെ മോൻ വരും. പോലീസിനെ ഒളിച്ച് നടക്കുന്ന എനിക്ക് അവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും? അതും പറ്റില്ല. ഇപ്പോഴും ഞാൻ അവനെ വിളിച്ചതാ. അല്ല, മോന്റെ കാര്യത്തിൽ സമാധാനമുണ്ട്. അല്ല, കുടിക്കാൻ വല്ലതും കൊണ്ടുവരാം. പാവം, ഞാൻ പറഞ്ഞത് മുഴുവൻ നിങ്ങളുടെ ഭാര്യ വിശ്വസിച്ചു. എനിക്ക് സ്ത്രീകളുടെ മനസ്സ് പോലും നോവിക്കുന്ന ഇഷ്ടമല്ല. ഞാൻ എന്റെ നിർമ്മലയെ വെട്ടിക്കൊല്ലേണ്ടി വന്നത് നിങ്ങളെപ്പോലെയുള്ള ദുഷ്ടന്മാരിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ്. ഗംഗാധരൻ, ഈ നിലയിൽ നിങ്ങൾ കോപിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാനാവില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ അറസ്റ്റ് ചെയ്യാം. പക്ഷേ ഈ സമയം നിങ്ങളുടെ മകൻ എന്റെ ആളുകളുടെ കയ്യിലാണ്. അവരവനെ അരിഞ്ഞു നുറുക്കും. ആ മാംസക്കഷ്ണത്തിൽ ചവിട്ടിയേ എന്നെ കൊണ്ടുപോകാനാവും. ഇനി ഞാൻ വന്നത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയണ്ടേ? നിങ്ങൾക്ക് മകനെ ഞാൻ വിട്ടുതരാം. പക്ഷെ അതിനു മുമ്പ് എനിക്ക് ചെറിയൊരു ഉപകാരം ചെയ്യണം. എനിക്ക് 1 ലക്ഷം രൂപ തരണം. നിങ്ങളെപ്പോലെ സത്യസന്ധനായ ഒരാൾക്ക് ഇത്ര വലിയൊരു സംഖ്യ ഉണ്ടാക്കാൻ വിഷമായിരിക്കും. സാരമല്ല, വഴി ഞാൻ പറഞ്ഞുതരാം. നല്ലൊരു കക്ഷിയിൽ നിന്ന് കൈക്കൂലി വാങ്ങണം, ഇല്ലെങ്കിൽ കൊള്ളയടിക്കണം. പറ്റില്ലെങ്കിൽ വേണ്ട, മകന്റെ ജീവൻ രക്ഷിക്കണമല്ലോ എന്ന് വെച്ച് ഞാൻ പറഞ്ഞത്. തമ്പിക്ക് ഞാൻ 4 ദിവസം തരും. അതിനിടയ്ക്ക് ഞാൻ ആവശ്യപ്പെട്ട പണം എത്തിച്ചു തന്നില്ലെങ്കിൽ അത് വാങ്ങിക്കാൻ വരുന്നത് തന്റെ ഓമനപുത്രന്റെ വലത് കൈയായിരിക്കും. അത് വെട്ടി ഞാൻ ഈ മുറ്റത്ത് കൊണ്ടിടും. യു ബ്ലഡി. ഗംഭീരമായിരിക്കുന്നു. എന്നാ പറഞ്ഞതുപോലെ ഞാൻ ഇറങ്ങട്ടെ. മോന്റെ കാര്യം കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. സാർ ഒരു അക്ഷരം മിണ്ടുന്നില്ല. ഇതിനൊക്കെ കുറ്റം ആ കുഞ്ഞെന്ത് ചെയ്തു? ചേച്ചിയെങ്കിലും ഒന്ന് ഉപദേശിച്ച് നോക്ക്. ആ പാലത്തിന്റെ അതുവരെ സാറ് കൂടി ഒന്ന് വന്നാൽ ഈ പോലീസുകാർക്ക് സംഭവത്തിന് കിടപ്പറയില്ല. അവരെന്നെ പിടിക്കും. ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, വന്നതുപോലെ തിരിച്ചു പോവാൻ എനിക്കറിയാം. മോഹന്റെ ഭാര്യയല്ലേ, വരൂ. എന്റെ ഭാര്യ നിർമ്മല നിന്നെപ്പോലെ സുന്ദരിയായിരുന്നു. പക്ഷേ അവളുടെ ഗതി നിനക്കുണ്ടാവില്ല. നിങ്ങൾ എന്തെങ്കിലും നോക്കി നിൽക്കുന്നത്? അയാൾ പറഞ്ഞത് കേട്ടില്ലേ? നിങ്ങൾ ചെന്ന് വിളിച്ചാൽ എന്റെ മോൻ വരും. ഒന്നിൽ കൂടെ ചെല്ല്. പ്രഭയെ, നീ ഒന്ന് മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്നത്. മോൻ വരും, പക്ഷെ അവൻ വിടൂല്ല. 1 ലക്ഷം രൂപ കൊണ്ടുവന്ന് കൊടുത്തില്ലെങ്കിൽ
മോന്റെ കൈവെട്ടുമെന്ന് പറയാനാണ് അവൻ ഇവിടെ വന്നത്. ദൈവമേ, മോന്റെ കൈവെട്ടുമെന്നോ? അതെ, ആ 1 ലക്ഷം രൂപ ഉണ്ടാക്കാൻ ഞാൻ കൊള്ളയടിക്കണമെന്ന്, കൈക്കൂലി വാങ്ങിക്കണമെന്ന്. ആ 1 ലക്ഷം രൂപ ഞാൻ ഉണ്ടാക്കാം. എന്റെ വീട്ടിൽ പോയി അച്ഛന്റെ കാല് പിടിച്ചെങ്കിലും ഞാനത് കൊണ്ടുവരാം. എനിക്ക് എന്റെ മോനെ കണ്ടാൽ മതി. എങ്ങനെയെങ്കിലും അവനെ കൂട്ടിക്കൊണ്ടുവരൂ. അമ്മാവനിരിക്കൂ, ഞാൻ ചായ കൊണ്ടുവരാം. ശ്രീധരൻ തരാ കാര്യമൊക്കെ സാധിച്ച അമ്മാവൻ ഇരിക്കേ, ഞാനിരിക്കാം. തിന്നാനുള്ളതൊന്നുമല്ലേ. ചേട്ടനെപ്പോ വന്നു? കുറച്ചു നേരമായി. ഇവിടെ വന്നപ്പോ കമ്മീഷത്തിയോ ഇല്ല, പ്രഭയുമില്ല. എന്നാ ഒരൊപ്പ് കാപ്പിടിച്ചേച്ച് പോകാന്ന് എഴുതിയിരിക്കായിരുന്നു. വീട്ടിൽ പോയെന്ന് കേട്ടു. എന്താ വിശേഷം? ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു, ഞാനിപ്പോ വരാം. ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് ഞാൻ പോകും. മനുഷ്യ കളിപ്പിക്കേ. ചേട്ടൻ ഇങ്ങോട്ട്? അല്ല, അത് ഞാൻ പറഞ്ഞില്ലല്ലോ. നമ്മുടെ പ്രേമേന്ദ്രനെ 2-3 ആലോചനകൾ വന്നിട്ടുണ്ട്. എല്ലാം നല്ല പാർട്ടിയാ. 2-3 ലക്ഷം രൂപ ശ്രീധരൻ തരാമെന്നാ പറയുന്നത്. പെണ്ണിന്റെ 2 ആങ്ങളമാർ അങ്ങ് പേർഷ്യയില. ഏതായാലും ഇവിടെ വന്നൊന്ന് ആലോചിച്ചിട്ട് പറയാമെന്ന് ഞാൻ പറഞ്ഞു. അല്ല, അതല്ലേ അതിന്റെ ശരി. ഈ നിലയിൽ ഇവിടെ ഇപ്പോ രേഖയുടെ പഠിപ്പൊന്ന് തീരട്ടെ. ഇനി അതുവരെ കാത്തിരിക്കാനൊക്കത്തില്ല. അല്ല, അത് നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളൂ. ഏതായാലും എനിക്കിനി ഞാൻ വെച്ചോണ്ടിരിക്കാനൊക്കില്ല. മൂത്തവന്റെ ഗതിയായിരിക്കും അവനും. ഇത് നമുക്ക് നിർത്തിക്കളയാം. പേർഷ്യൻ ഡേറ്റ് ഒന്നും ഞാൻ ചോദിക്കുന്നില്ല. എങ്ങനെ വന്നാലും നമ്മൾ ബന്ധുക്കളല്ലേ. അതുകൊണ്ട് വെറും 1 ലക്ഷം രൂപ തന്നാ മതി. നമുക്ക് പിറ്റേ ദിവസം ഈ കല്യാണം നടത്തിക്കളയാം. ചേട്ടൻ ഇത്ര ധൃതി പിടിച്ചാൽ? ധൃതി പിടിക്കും. അല്ലെങ്കിലേ അവസാനം പ്രേമേന്ദ്രന് പ്രേമം കൊണ്ട് കഴിഞ്ഞെന്ന് പറയും. ഞാൻ രൂപയ്ക്ക് എവിടെ പോകും? ഇനിയൊന്നുള്ളതിനെ കാണിച്ചാൽ കാശ് കിട്ടും. ഇപ്പൊ എനിക്ക് 2-1 എനിക്കൊന്നും പറയാനാവില്ല. വേണ്ട, പറയണ്ട. ഞാൻ പറയാനുള്ള പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഇറങ്ങുക. ആ പേർഷ്യക്കാർക്ക് വാക്ക് കൊടുക്കാൻ പോകുക. ചേട്ടാ, മോൻ കൂടെ ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് എങ്ങനെയാ? നിങ്ങൾക്ക് നിങ്ങളുടെ മോള്, എനിക്ക് എന്റെ മോൻ. 1 ലക്ഷം രൂപ എനിക്ക് നഷ്ടം. ഏതായാലും ഈ കല്യാണം ഇപ്പൊ നടക്കില്ല. എന്റെ മോക്ക് അത്ര പ്രായമായിട്ടില്ല. അങ്ങനെയൊക്കെയാ തന്റെ നല്ല കരുതുന്നത്. പക്ഷേ അവരങ്ങനെ വിചാരിക്കാറില്ലല്ലോ. ഏതായാലും ഈ വർത്തമാനം ഇവിടെ കൊണ്ട് നിർത്തുന്നു. ഞാൻ ഇറങ്ങുക. അമ്മേ, സാരമില്ല മോളെ. നിനക്ക് അവനേക്കാൾ നല്ലൊരു ചെറുപ്പക്കാരനെ കിട്ടും. അങ്ങനെ ഒരാളെ എനിക്ക് വിവാഹം ചെയ്യാൻ കഴിയില്ലമ്മേ. എന്നാ കൊണ്ട് കൊടുക്കടി 1 ലക്ഷം. ഒരുത്തിയുടെ കണ്ണുനീര് ഞാൻ കാണുന്നുണ്ട്. അവരുമായിട്ടുള്ള ബന്ധം മതി. അങ്ങനെ പറയരുതമ്മേ. നീ പറഞ്ഞു തോലിക്കണേ. ഞാൻ ഗർഭിണിയാണമ്മേ. അമ്മേ, അമ്മേ, എന്താ ഇത്? അടിക്കരുതമ്മേ. അമ്മേ, വിടൂ അമ്മേ. എന്നെ രക്ഷിക്കാൻ പ്രേമിനെ കഴിയൂ. അച്ഛന്റെ സ്വഭാവം നിനക്കറിയാം. അച്ഛനെ ധിക്കരിച്ച് എനിക്ക് ഒന്നും ചെയ്യാനാവില്ല. എന്തെങ്കിലും ചെയ്താൽ ഞാൻ തെരുവിലാകും. അപ്പോ ഞാൻ അത് നിശ്ചയിക്കേണ്ടത് നിന്റെ അച്ഛനും അമ്മയാണ്. ഞാൻ ഈ ഗതിയിലായത് അവരറിഞ്ഞിട്ടല്ലോ. അതിന് ഉത്തരവാദിത്വം എനിക്ക് മാത്രമല്ലല്ലോ, പകുതി നിനക്കുമുള്ളതാണ്. എന്ന് വെച്ചാൽ അച്ഛനെ അനുസരിക്കാനേ ഇനി എനിക്ക് കഴിയൂ. രേഖ ഇനി എന്നെ പ്രതീക്ഷിക്കണമെന്നില്ല. പ്രേം